ഹായ് കുട്ടീസ്, ഞാൻ ഇപ്പോൾ ചെയ്തിരുന്ന റീസെൻറ്റ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി ഏത് യാൺ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഞാനും പണ്ട് ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് പല യൂട്യൂബേഴ്സിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ക്വസ്റ്റ്യൻ. അന്ന് ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ യാൺസ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു യാണാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാണിൻ്റെ പേര് ഗംഗ ഡിസയർ യാണാണ്. ആക്ച്വലി ഇതൊരു നിറ്റിംഗ് യാണാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ഇതൊരു നിറ്റിംഗ് യാണാണ്. ഇത് പക്ഷേ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു യാണാണ്. ആക്ച്വലി നമ്മൾ നല്ല പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യാൻ മിൽക്ക് കോട്ടൺ യാണാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷേ മിൽക്ക് കോട്ടൺ യാൺ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് കമ്പയർ ചെയ്തുമ്പോൾ ഈ ഗംഗ ഡിസയർ യാണ് കുറച്ചും കൂടി റേറ്റ് കുറവാണ്. ഇതിന് 100 റുപ്പീസിനാണ് ഞാൻ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന 105 ആണ്. ആമസോണിൽ നോക്കുമ്പോൾ 355 റുപ്പീസും ഫ്ലിപ്കാർട്ടിൽ അറൗണ്ട് 170-180 റുപ്പീസുമാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് 105 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. ഈ ആണാണ് ഞാനിപ്പോൾ ബേസിക്കായിട്ട് എല്ലാ ക്രോഷ്യ പ്രോഡക്ട്സിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബൈ.